മറ്റ് ജില്ലകളെ സംബന്ധിച്ച് കൊച്ചി കുറച്ചുകൂടെ സെക്സ് റാക്കറ്റ് ആക്റ്റീവായിട്ടൊരു ജില്ലയാണെന്ന് കരുതുന്നുണ്ടോ? നീ ആ ക്യാമറയുടെ പുറകിൽ വെച്ച് നിൽക്കുകയാണ്. ഇതിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഇപ്പൊ ടൂർ പോകുന്നതിലൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചിലപ്പോൾ പേരറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പുതിയ പേരിടും പെൺകുട്ടിക്ക്. ഇപ്പം സെന്റ് തെരേസ് കോളേജിൽ പഠിക്കുന്ന മീനു എന്ന് പറഞ്ഞൊരു സ്റ്റോറി കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. 1000 രൂപ കൊടുക്കുകയും 5000 അല്ല കൊടുക്കുകയും 5000 രൂപ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഫ്രണ്ട്ഷിപ്പ് മൂഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ബിസിനസിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിക്കപ്പെടുകയും നടക്കാതായപ്പോഴേക്കും പിന്നെ ഇവന്മാർക്കെതിരെ ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പുറപ്പെട്ട ആളാണ്. അപ്പൊ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉണ്ടായി അല്ലേ? അതിന്റെ വിഷമമുണ്ട്, ഇപ്പോഴും ഉണ്ട് മുഖത്ത്. 5000 രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ? ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പില് അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും പറയാൻ കുറച്ച് അടി ഉണ്ടാവും. അല്ല ഇതിപ്പോ ഇതൊക്കെ കലാകാലമായിട്ടുള്ളതാണ്. ഇപ്പം ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ്. അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് കൂടുതൽ ഭയങ്കര രസമാണ്. നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഇപ്പൊ ടൂർ പോകുന്നതിലൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചിലപ്പോൾ പേരറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പുതിയ പേരിടും പെൺകുട്ടിക്ക്. ഇപ്പം സെന്റ് തെരേസ് കോളേജിൽ പഠിക്കുന്ന മീനു എന്ന് പറഞ്ഞൊരു സ്റ്റോറി കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടുക എന്നുള്ളത് അവരുടെ ഇത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെ ആണെന്നാണ് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിന്റെ കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4000 തൊട്ട് 25 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക, അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കൊച്ചിയിൽ നടക്കുന്നത്. ബേസിക്കലി ഇതിനകത്ത് ഡീപ് ഫേക്കിങ്ങിനെ പറ്റിയിട്ടും ഇപ്പോഴുള്ള ഫേസ് സ്വാപ്പിംഗ്, ഇപ്പൊ രശ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയല്ലോ, മറ്റേ ചെറിയൊരു AI വീഡിയോ ഇതൊക്കെ. അപ്പം ഇനിയുള്ള കാലത്ത് ഈ പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റാ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റാം. അപ്പം ഇതിൽ ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമണേഴ്സ് ആയിട്ടുള്ള നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ആകത്തുകയും ഒരു ക്രക്സും. സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് ജില്ലകളെ സംബന്ധിച്ച് കൊച്ചി കുറച്ചുകൂടെ സെക്സ് റാക്കറ്റ് ആക്റ്റീവായിട്ടൊരു ജില്ലയാണെന്ന് കരുതുന്നുണ്ടോ? നീ ആ ക്യാമറയുടെ പുറകിൽ വെച്ച് നിൽക്കുകയാണ്. മറ്റു ജില്ലകളെക്കാളും കൂടുതൽ സെക്സ് റാക്കറ്റ് ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത് കൊച്ചിയിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പ്രശാന്ത് കിട്ടുന്നതിന് മറുപടി ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടായി സിനിമയിൽ അഭിനയിച്ചതാണ്. അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ കഥ. പ്രമോദേട്ടൻ അങ്ങനെയൊന്നുമില്ല. ഈ സൈബർ വേൾഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ പരന്നു കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തോത് ഒരുപോലെ ആയിരിക്കണം. അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ്.